എല്ലാവർക്കും നമസ്കാരം. വലിയ ആശയങ്ങളെ ലളിതമായി മനസ്സിലാക്കുന്ന നമ്മുടെ ഈ യാത്രയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ചിലപ്പോഴെങ്കിലും ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട്. ജോലികൾ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കുക. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? ഇതിന്റെ പിന്നിലെ സൈക്കോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോ നിങ്ങളൊരു പ്രധാനപ്പെട്ട ജോലി ചെയ്യാനിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ എടുക്കാനോ യൂട്യൂബ് കാണാനോ ഒക്കെ തോന്നാറില്ലേ? ആ സമയത്ത് നമ്മുടെ തലച്ചോറിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? ശരി, ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ഒരുപക്ഷെ നിങ്ങൾക്ക് നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ കഥ ടിം അർബൻ എന്ന ഒരു കോളേജ് വിദ്യാർത്ഥിയുടേതാണ്. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു അക്കാഡമിക് പ്രോജക്റ്റ് പൂർത്തിയാക്കാനുണ്ടായിരുന്നു. സംഭവം ഇതാണ്: ടിമ്മിന് 90 പേജുള്ള ഒരു സീനിയർ തീസിസ് എഴുതണമായിരുന്നു. അതിന് കിട്ടിയ സമയോ 1 വർഷം മുഴുവനും. ധാരാളം സമയമുണ്ടില്ലേ? അപ്പോൾ ടിം എന്തു ചെയ്തു? അവൻ നല്ലൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി. ഓരോ മാസവും എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു രൂപരേഖ. കണ്ടില്ലേ, എല്ലാം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നടന്നത് ഇതാണ്: ആദ്യത്തെ മാസം ഒന്നും ചെയ്തില്ല, 6 മാസം കഴിഞ്ഞിട്ടും ഒന്നും നടന്നിട്ടില്ല, 11 മാസം കഴിഞ്ഞു, എന്നിട്ടും ഒരു വാക്ക് പോലും എഴുതിയിട്ടില്ല. അവസാനം ഡെഡ്ലൈനിന് വെറും 72 മണിക്കൂറും മാത്രം ബാക്കി. ആകെ പേടിച്ച് വിറച്ച് അവന് ചെയ്യാൻ ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ: 2 രാത്രികൾ ഉറക്കമിളച്ച് ആ 90 പേജും എഴുതി തീർത്തു. എങ്ങനെയോ അവസാന നിമിഷം അത് പൂർത്തിയാക്കി. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ അവസാന നിമിഷത്തെ ഹീറോയിസം കൊണ്ട് അവൻ എഴുതിയത് ഒരു ഗംഭീര തീസിസ് ആയിരിക്കുമെന്ന്, അല്ലേ? ഒരിക്കലുമല്ല. ടിം തന്നെ പറയുന്നു അത് വളരെ മോശമൊരു തീസിസ് ആയിരുന്നുവെന്ന്. അപ്പോ ഇതെന്തൊരു വിചിത്രമായ പെരുമാറ്റമാണ്! ഇത് മനസ്സിലാക്കണമെങ്കിൽ കാര്യങ്ങൾ നീട്ടിവെക്കുന്ന ഒരാളുടെ തലച്ചോറിനുള്ളിലേക്ക് നമുക്കൊന്നെത്തി നോക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനുള്ളിൽ നിയന്ത്രണത്തിനു വേണ്ടി എപ്പോഴും ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. അവിടെ 2 പ്രധാന കഥാപാത്രങ്ങളുണ്ട്. ഇതിലൊരാള് റാഷണൽ ഡിസിഷൻ മേക്കറാണ്, അതായത് യുക്തിപരമായി ചിന്തിക്കുന്ന, ദീർഘകാലത്തേക്ക് പ്ലാൻ ചെയ്യുന്ന നമ്മുടെ ഭാഗം. എന്നാൽ രണ്ടാമത്തെയാള് ഒരു കുരങ്ങനാണ്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മങ്കി. അവനു വേണ്ടത് ഇപ്പോഴുള്ള സന്തോഷം മാത്രം. കഴിഞ്ഞതിനെക്കുറിച്ചോ വരാനുള്ളതിനെക്കുറിച്ചോ അവനൊരു ചിന്തയുമില്ല. എളുപ്പവും രസകരവുമായ കാര്യങ്ങൾ മാത്രം മതി. ഒരു പ്രൊക്രാസ്റ്റിനേറ്ററുടെ തലച്ചോറിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, കഠിനമായ ഒരു ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഈ കുരങ്ങൻ വന്ന് സ്റ്റിയറിംഗ് പിടിച്ചെടുക്കും. പിന്നെ കൺട്രോൾ മുഴുവൻ അവന്റെ കയ്യിലായിരിക്കും. അപ്പോൾ ഈ ആന്തരിക സംഘർഷം എങ്ങനെയാണ് ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് അവസാനം കാര്യങ്ങൾ നടക്കുന്നത്? നമുക്ക് നോക്കാം. കുരങ്ങൻ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ഡാർക്ക് പ്ലേഗ്രൗണ്ടിലേക്കാണ്. അതായത് നമ്മൾ ജോലി ചെയ്യാതെ യൂട്യൂബ് വീഡിയോസ് കാണുകയോ സോഷ്യൽ മീഡിയയിൽ സമയം കളയുകയോ ചെയ്യുന്ന ആ ഒരു സ്ഥലം. കാഴ്ചയിൽ ഇത് രസകരമാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അയ്യോ, ഞാൻ ജോലി ചെയ്യേണ്ടതാണല്ലോ എന്ന കുറ്റബോധവും ടെൻഷനും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒരു ചോദ്യം വരാം: ഈ കുരങ്ങനാണ് എപ്പോഴും കൺട്രോളിലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഡാർക്ക് പ്ലേഗ്രൗണ്ടിൽ നിന്ന് പുറത്തു വന്ന് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് തീർക്കുന്നത്? അവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ കഥാപാത്രം വരുന്നത്, ദ പാനിക് മോൺസ്റ്റർ. ഒരു തരം കാവൽ മാലാഖ എന്ന് പറയാം. മിക്ക സമയത്തും ഇവൻ ഉറക്കത്തിലായിരിക്കും. പക്ഷെ ഡെഡ്ലൈൻ അടുത്തെത്തുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടും എന്ന അവസ്ഥ വരുമ്പോഴോ ഇവൻ എഴുന്നേൽക്കും. നമ്മുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മങ്കിക്ക് ഈ ലോകത്ത് ഒരേയൊരു കാര്യത്തിനെ മാത്രമേ പേടിയുള്ളൂ, അത് പാനിക് മോൺസ്റ്ററിനെയാണ്. ഈ ഭീകരൻ പ്രത്യക്ഷപ്പെടുമ്പോൾ കുരങ്ങൻ പേടിച്ച് മരത്തിൽ ഓടിക്കയറും. അതോടെ കളിയും ചിരിയുമെല്ലാം തീരും. അപ്പോൾ നമ്മുടെ റാഷണൽ ഡിസിഷൻ മേക്കർക്ക് സ്റ്റിയറിംഗ് തിരികെ കിട്ടും. പിന്നെ കാര്യങ്ങൾ വേഗത്തിൽ നടക്കും. ഓക്കെ, അപ്പൊ കുരങ്ങനും പാനിക് മോൺസ്റ്ററും ചേർന്ന ഈ സിസ്റ്റം ഒരുവിധം വർക്കാവുന്നുണ്ടല്ലോ എന്ന് തോന്നാം. പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നത്. ഈ സിസ്റ്റത്തിന് വലിയൊരു കുഴപ്പമുണ്ട്. ഈ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, പാനിക് മോൺസ്റ്റർ എപ്പോഴാണ് വരുന്നത്? ഒരു ഡെഡ്ലൈൻ ഉള്ളപ്പോൾ മാത്രം. അതായത് പരീക്ഷ, അസൈൻമെന്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് സബ്മിഷൻ പോലുള്ള കാര്യങ്ങളിൽ ഇവൻ നമ്മളെ രക്ഷിക്കും. എന്നാൽ ഡെഡ്ലൈനുകളില്ലാത്ത കാര്യങ്ങളുടെ അവസ്ഥ എന്താകും? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കും കൃത്യമായൊരു ഡെഡ്ലൈൻ ഇല്ല. ഉദാഹരണത്തിന്, ആരോഗ്യം ശ്രദ്ധിക്കുന്നത്, കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുന്നത്, അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങുന്നത്. ഇത്തരം കാര്യങ്ങളിൽ പാനിക് മോൺസ്റ്റർ ഉണരുകയേയില്ല. അപ്പോൾ ഏറ്റവും വലിയ അപകടം ഇതാണ്: ഈ നിശബ്ദമായ, ആരും കാണാത്ത പ്രോക്രാസ്റ്റിനേഷനാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾക്കും ഖേദത്തിനും കാരണമാവുന്നത്.
നമ്മൾ സ്വന്തം ജീവിതത്തിൽ ഒരു കാഴ്ചക്കാരനായി മാത്രം ഒതുങ്ങിപ്പോകുന്നൊരവസ്ഥ. ഈ അപകടത്തിന്റെ ആഴം ശരിക്കും മനസ്സിലാക്കാൻ ലളിതവും എന്നാൽ വളരെ ശക്തവുമായ ഒരു ടൂളുണ്ട്. നമുക്ക് അദൃശ്യമായ സമയത്തെയൊന്ന് ദൃശ്യമാക്കി നോക്കാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ 90 വർഷത്തെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞ കളങ്ങളുള്ള ഒരു കാലണ്ടറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതിലെ ഓരോ ചെറിയ കളവും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ആഴ്ചയാണ്. 90 വർഷത്തെ ജീവിതത്തിൽ ആകെ 4680 ആഴ്ചകളാണുള്ളത്. അതിൽ ഒരുപാട് കളങ്ങൾ ഇതിനോടകം തന്നെ പൂരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ സമയം അത്ര അനന്തമൊന്നും അല്ലെന്ന്. ഈ ലൈഫ് കാലണ്ടർ നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്താണ് നമ്മൾ ശരിക്കും മാറ്റിവെക്കുന്നത്? ഡെഡ്ലൈനുകളില്ലാത്ത, എന്നാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒരുപക്ഷെ ഇന്ന് തന്നെ അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ആ കാര്യങ്ങൾ തുടങ്ങാനും ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.